നമസ്കാരം. അറസ്റ്റ് ചെയ്ത അൻവറിനെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച അൻവറിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി. അൻവറിനൊപ്പം ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച 4 പേരും പോലീസ് കസ്റ്റഡിയിലുണ്ട്. പിണറായിയുടെ മുസ്ലിം വിരുദ്ധതയുടെ തെളിവാണ് തന്റെ അറസ്റ്റെന്ന് അൻവർ പറഞ്ഞു. ഇതിനിടയിൽ ഡിവൈഎസ്പിയോട് അൻവർ കയർത്ത് സംസാരിച്ചു. ഓവർ സ്മാർട്ട് ആകരുതെന്നായിരുന്നു അൻവറിന്റെ വിമർശനം. കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിനിടെ മാധ്യമങ്ങളോട് സംസാരിച്ച അൻവറിനെ പോലീസ് തടഞ്ഞിരുന്നു. ഇതോടെ അൻവർ രൂക്ഷമായി പ്രതികരിച്ചു. പിന്നാലെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ സഹകരിച്ചു. ഇതിനിടെ അറസ്റ്റിൽ DMK പ്രവർത്തകർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് തന്റെ അറസ്റ്റെന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. പോലീസ് അറസ്റ്റ് വാറന്റ് തന്നാൽ അതിന് നിന്നുകൊടുക്കുക എന്നത് നിയമം അനുസരിക്കുന്നയാളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം താൻ നിറവേറ്റുന്നു. പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എന്ത് നിയമമാണ് പിണറായിക്ക് ബാധകമായിട്ടുള്ളത്? അറസ്റ്റിന് സ്പീക്കറുടെ അനുമതിയൊന്നും വേണ്ടല്ലോ. സുപ്രീം കോടതി വരെ പോയിട്ടും ജാമ്യം കിട്ടാത്ത എത്ര കൊലകൊമ്പന്മാർ ഇവിടെയുണ്ട്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇതൊരു പേരിനുള്ള അറസ്റ്റാണ്. അത് കഴിഞ്ഞാൽ എല്ലാ വാറന്റുകളും അവിടെ ഉണ്ടാകും. തൂക്കാനൊന്നും വിധിച്ചിട്ടില്ലല്ലോ. അതിന് നിങ്ങളൊന്നും ബേജാറാവുകയും വേണ്ട. പിണറായിയുടെ ഇഷ്ടം എന്താണോ അത് നടക്കും. ഗുണ്ടാത്തലവനെ കൊണ്ടുപോകുന്ന രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഈ നാടകമെന്നും അൻവർ പറഞ്ഞു. ഇതിനിടെ അറസ്റ്റിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. രമേശ് ചെന്നിത്തലയും K സുധാകരനും അടക്കമുള്ള നേതാക്കൾ പോലീസ് നടപടിയെ വിമർശിച്ചു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്ത കേസിലാണ് അറസ്റ്റ്. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടയൽ തുടങ്ങിയ വകുപ്പുകളായിരുന്നു അൻവറിനെതിരെ ചുമത്തിയത്. അൻവർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 11 പേർക്കെതിരെയാണ് കേസെടുത്തത്. അൻവറാണ് കേസിലെ 1-ാം പ്രതി. പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചെന്നും FIR-ൽ പറയുന്നു. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ ആദ്യ പ്രതികരണവും. പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു മുന്നറിയിപ്പ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റെന്നും അൻവർ പറഞ്ഞു. മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരതയാണ് പിണറായി നടപ്പാക്കുന്നത്. എത്ര കൊലകൊമ്പന്മാരാണ് ഇവിടെ ജാമ്യത്തിൽ കഴിയുന്നത്? ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇതെല്ലാം പിണറായിയുടെ വാക്കിൽ ചെയ്യുന്നതാണ്. കൊള്ള നടത്തിയിട്ടോ അല്ല എന്നെ കൊണ്ടുപോകുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? കേരളത്തിലെ പോലീസിന്റെ കള്ളത്തരങ്ങൾ ജനങ്ങളോട് പറഞ്ഞതോടെയാണ് ഞാൻ പിണറായിക്കെതിരായത്. മോദിക്കെതിരെ പറയുന്ന പിണറായി അതിനേക്കാൾ വലിയ ഭരണകൂട ഭീകരത നടപ്പാക്കുന്നുവെന്നും അൻവർ പറഞ്ഞു. നിലമ്പൂർ CI സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് PV അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൻ പോലീസ് സന്നാഹവുമായിട്ടായിരുന്നു നേതൃത്വം അൻവറിന്റെ വീട്ടിലെത്തിയത്. അറസ്റ്റിന് മുന്നോടിയായി PV അൻവറിന്റെ ഒതായിലെ വീട്ടിൽ വൻ പോലീസ് സന്നാഹം തമ്പടിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി അറിയിക്കുകയായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വിലക്കിയ പോലീസ് അൻവറിനെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി. അൻവറിന്റെ ഒതായിലെ വീടിന് പുറത്ത് വലിയ പോലീസ് സന്നാഹം ഒരുക്കിയ ശേഷമായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ അൻവറിന് പിന്തുണയുമായി അനുയായികളും DMK പ്രവർത്തകരും തടിച്ചുകൂടി. അൻവറിനെ പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിനിടെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പ്രതിഷേധിച്ചു. ശനിയാഴ്ച രാത്രി കരുളായി ഉൾവനത്തിൽ മണി എന്ന ആദിവാസിയെ കാട്ടാൻ അടിച്ചു കൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് MLAയുടെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധക്കാർ അടച്ചിട്ട നിലമ്പൂർ നോർത്ത് DFO ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചിരുന്നു. ജില്ലാ ആശുപത്രിയിലെത്തിയും പ്രതിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് നടപടി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കുക എന്ന് അറസ്റ്റിന് മുന്നേ അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വീട്ടിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസുകാരും ഉണ്ടെന്നുമായിരുന്നു അൻവർ പറഞ്ഞിരുന്നത്. മണിയെ ആന ചവിട്ടിക്കൊന്നതിൽ സ്വാഭാവികമായ പ്രതിഷേധമാണ് നടന്നത്. നിയമത്തിനും വഴങ്ങി ജീവിക്കും. താനൊരു നിയമസഭാ സാമാജികനാണ്. പോലീസ് നടപടികളിൽ അസ്വാഭാവികതയുണ്ട്. പിണറായിയും ശശിയും തന്നെ കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അൻവർ ആരോപിച്ചിരുന്നു. എന്നാൽ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിൽ ഗൂഢാലോചന ഉണ്ടായിട്ടില്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചു.